ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് എഗ്ഗ് ബിരിയാണിയാണ്. അപ്പം കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് തയ്യാറാക്കിയതാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം ആവശ്യമായിട്ടുള്ള നിങ്ങൾക്ക് എത്ര മുട്ടയാണോ ആവശ്യമുള്ളത് അതൊന്ന് പുഴുങ്ങിയെടുക്കുക. ഞാനിവിടെ 3 മുട്ടയാണ് ഉപയോഗിക്കുന്നത്. അതൊന്ന് പുഴുങ്ങിയെടുത്ത് മാറ്റി വെക്കുക. ഇനി ഇതിന് നമുക്ക് ബസ്മതി റൈസാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. ഇപ്പം 1.5 ഗ്ലാസ് അളവിന് ഉള്ള റൈസാണ് എടുത്തേക്കുന്നത്. അതൊന്ന് കഴുകി കുതിർത്ത് വെക്കണം. ഒരു അരമണിക്കൂറോളം കുതിർത്ത് വെക്കണം. ഇനി നമ്മളൊരു കുക്കറിലേക്ക് ഒരു 3 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് കശുവണ്ടി പരിപ്പും മുന്തിരിങ്ങയും കൂടെ വറുത്തെടുക്കണം. കശുവണ്ടി പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് മുന്തിരിങ്ങയും കൂടെ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ നെയ്ക്ക് പകരം നിങ്ങൾക്ക് എണ്ണയാണെങ്കിലും ഉപയോഗിക്കാം. ഇപ്പം കശുവണ്ടി പരിപ്പ് ബ്രൗൺ കളറായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുന്തിരിങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരുപാട് കരിഞ്ഞു പോകരുത്. ഏകദേശം കറക്റ്റൊരു ഇതാകുമ്പോഴത്തേക്കൊന്ന് കോരി മാറ്റിയെടുക്കണം. ഇനി അതിലേക്ക് തന്നെ ഞാൻ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണം. അതിൽ നമുക്ക് സവോള വഴറ്റിയെടുക്കാൻ വേണ്ടിയാണ് സവോള ചേർത്ത്. ഇപ്പം ഒരു സവോളയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സവോള നല്ല കട്ടി കുറച്ച് വേണം അരിയാനായിട്ട്. നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. ഏകദേശം ഈ ഒരു പരുവൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരുന്ന മുട്ട ഇട്ട് കൊടുക്കുകയാണ്. മുട്ടയുടെ പുറം ഒന്ന് ഫ്രൈ ആയി വരാൻ വേണ്ടിയാണ്. അതൊന്ന് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് ഞാനിപ്പം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് മഞ്ഞൾപ്പൊടിയാണ്, കളർ അങ്ങനെ ആണെങ്കിലും മഞ്ഞൾപ്പൊടിയാണ്. അതൊന്ന് അതിൻ്റെ പുറത്തൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. മുളക് പൊടി ഇട്ട് നന്നായിട്ട് അതൊന്ന് ഏകദേശം ഒരു 2 മിനിറ്റോളം അതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഏകദേശം ഈ ഒരു പരുവൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പോൾ 2 മിനിറ്റോളം ആയിട്ടുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് എടുക്കാം. ഇനി അതിലേക്ക് കുറച്ചുകൂടെ എണ്ണ ഞാൻ ഒഴിച്ചെടുക്കണം. ഇത് നമുക്ക് സവോളയൊക്കെ വഴറ്റിയെടുക്കാൻ വേണ്ടിയാണ് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കണം. പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം ഇതൊക്കെയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് സവോള ചേർത്ത് കൊടുക്കണം. ഇപ്പം ഞാൻ ഒരു സവോളയും ഒരു 8 ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു 1.5 സവോളയൊക്കെ എടുത്താലും മതി. ഉള്ളി ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് എടുത്തതേ ഉള്ളൂ. ഇനി അതിലൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവോള അത് എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. കുറച്ച് സമയം എടുക്കരുത്. ഏകദേശം കുറച്ചൊന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിനകത്തേക്ക് 2 പച്ചമുളക് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അത് വഴറ്റിയെടുക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സായി ഒന്ന് നന്നായിട്ട് വഴണ്ട് വരണം. ഇപ്പം ഇങ്ങനെ വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് പൊടി ചേർത്ത് കൊടുക്കുക. ഇപ്പം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരണം. ഇനി അതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു സ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഈ ഒരു പരുവായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കണം. ഇപ്പം 2 ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതൊന്ന് ചേർത്ത് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച്
വേവിക്കണം. ഒരു കുറച്ച് നേരം വേവിക്കുമ്പോഴത്തേക്ക് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരും. അതുവരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഇപ്പോൾ ഏകദേശം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തൈര് ആഡ് ചെയ്യുകയാണ്. ഇപ്പം തൈര് ഇതിനകത്ത് മെയിനാണ്. തൈര് ചേർക്കണമെങ്കിലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. 3 സ്പൂൺ തൈരാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത്. തൈരും കൂടെ ചേർത്തതിന് ശേഷം അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് എല്ലാം യോജിപ്പിച്ചെടുക്കണം. തൈര് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഇപ്പം ഞാൻ 1.5 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് ചൂടുവെള്ളമാണ് ചേർത്തേക്കുന്നത്. വെള്ളം തിളപ്പിച്ച് വേണം ചേർക്കാൻ. 2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അതിനകത്തേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കണം. ബസുമതി റൈസാണ്, അതൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില, പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവോള, കശുവണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് വിസിൽ ചെയ്യിപ്പിക്കണം. ഇപ്പം ഞാൻ സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പുഴുങ്ങി വെച്ചിരുന്ന മുട്ടയും കൂടെ ചേർത്ത് കശുവണ്ടിപ്പരിപ്പ്, മുന്തിരിയും അതെല്ലാം കൂടെ ചേർത്ത് ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ആദ്യം ചേർത്താണ്. അത് എല്ലാം കൂടെ വെച്ചിട്ട് ഒന്ന് കുക്കറൊന്ന് അടച്ച് വെച്ച് ഒരു വിസിൽ കേൾപ്പിക്കണം. ഒരു വിസിൽ അടിച്ചതിന് ശേഷം അതിൻ്റെ പ്രഷർ കംപ്ലീറ്റായും പോയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യണം. ഇപ്പം ഒരു വിസിലടിച്ച് നന്നായി അതിൻ്റെ പ്രഷറെല്ലാം തന്നെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാ നമ്മുടെ ബിരിയാണി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് കിട്ടുന്നത് അവസാനം. ഇതിലിപ്പം വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇതാ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പം കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് ബിരിയാണി തയ്യാറാക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, പക്ഷേ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ.